Dramatization of a non-dramatic art form എന്ന റൗണ്ടിൽ എം മുകുന്ദന്റെ മയഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൽ നിന്നും കൊറുമ്പിയമ്മ എന്ന കഥാപാത്രമായി വേദിയിൽ എത്തുന്നു കൃഷ്ണാഞ്ജലി. ഞായറാഴ്ച കുടുക്കയിലെന്തുണ്ട്? കുഞ്ഞിന് കൂട്ടാനും കൊണ്ട് കുഞ്ഞിക്കോയിൻ്റെ കൊക്കുണ്ട്. ഓമ പൊന്നു പാടും. നല്ല ഓമനത്തുള്ള കുട്ടിയല്ലേ? ഇതാരാ അറിയോ? നമ്മളെ ദാസനില്ലേ, ആ കുറുമ്പിയമ്മേൻ്റെ മോൻ ദാമുവിൻ്റെ മോൻ ദാസേ. ഓൻ്റെ അരഞ്ഞാണക്കെട്ടിൻ്റെ അന്ന് മുതൽ അപ്പോൾ ആയപ്പിണ്ടി പോയിരുന്ന കുഞ്ഞ് അരയിൽ അരമണി കെട്ടിയ ദിവസം മുതൽ കുറുമ്പിയമ്മ സ്വപ്നം കണ്ടു തുടങ്ങിയതാ. എന്തെന്നാ, ഈ സായിപ്പന്മാരെ പോലെ തൊപ്പിയും കോട്ടും എല്ലിടി ചോന നടത്തിക്കാൻ. കുറുമ്പിയമ്മക്ക് അത്ര ഇഷ്ടമായി ഈ സായിപ്പന്മാരെ. എന്നിട്ടാ ഓൻ്റെ കൈ വളരുന്നുണ്ടാ, കാല് വളരുന്നുണ്ടാന്ന് കാത്തിരുന്നിട്ട് അവസാനം ബ്രവേ പാസ്സായി. നീ ബ്രവേ അറിയോ? അറിയില്ലേ? അറിഞ്ഞൂടെ പറയാൻ നിക്കറ്. ഇപ്പത്തെ 10ാം ക്ലാസ്സില്ലേ, അതായി ബ്രവേ. ഈടെയും അയ്യടിയിലല്ലോ ഇല്ലേ, മറ്റേ ഫ്രഞ്ചുകാരെ പറഞ്ഞല്ലേ, അപ്പൊ എല്ലാം ഫ്രഞ്ചിലാ. നമ്മളെടി പറഞ്ഞു വന്നേ, ഓൻ ബ്രവേ പാസ്സായി. എന്നിട്ടോ നമ്മളെ കുറുമ്പിയമ്മേൻ്റെ സന്തോഷം ഇങ്ങനെ കേറി വന്നിട്ടുണ്ടല്ലോ. നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് വരുന്നവരും പോന്നവരും എല്ലാം വിളിച്ചിട്ട് പറയല, മോനുണ്ടല്ലോ ദാസേ, ഓൻ ബ്രവേ പാസ്സായി. ദാസനെ ബ്രവേ പാസ്സായി. ഓനങ്ങ് പോണ്ടിച്ചേരി അറിയോ? തമിഴന്മാരെ നാട് ആടെ വിട്ട് പഠിപ്പിക്കണോ? അതിനുള്ള യോഗ ഇല്ലെങ്കിൽ, അതിനുള്ള പൈസ ഇല്ലെങ്കിൽ പട്ടിണി അടക്കാൻ മാത്രമല്ല ഇരക്കാര് തയ്യാറാന്ന് ഓരോ ദാമില്ല. നമ്മളെ കുഞ്ഞാനന്ദ മാഷില്ലേ, മൈതാനത്തിന്റെ അപ്പുറത്തുള്ള ആ മാഷോട് പറഞ്ഞ ദാസനെ കണ്ടിനാ ഇല്ലേ? ദാസാ ഇവിടെ പാടും. ഓ വലുതായി പോയി. ബാല്യക്കാരുടെ മീശെല്ലാം വന്നിട്ട് കണ്ടോ? ഇനി പോണ്ടിച്ചേരിലെല്ലാം പോയി പഠിച്ച് വരുമ്പോഴത്തേക്ക് അച്ഛമ്മേനെ അങ്ങ് മറക്കുവാ. അച്ഛമ്മക്ക് ആരെ പൊടി വാങ്ങിച്ചു തരാനുള്ള? അല്ല, ഇപ്പൊ പൊടി വാങ്ങിച്ചിട്ടില്ല എന്നാ പ്രശ്നോ? ഓൻ പോയി വലിയ പഠിത്തെല്ലാം പഠിച്ചിട്ട് തിരിച്ചു വരട്ടെ. അല്ല, എനിക്കൊരു ഞാൻ ഈ മയ്യടിയിലെ മക്കളെ തീയന്മാരെ മുമ്പ് കൂടി ഇങ്ങനെ നടക്കട്ടെ അല്ല സന്തോഷിച്ചിട്ട്. ഇത് അച്ഛമ്മക്ക് ആകുമായി മോനെ, അച്ഛമ്മക്ക് അതാ സന്തോഷം. ആ ഒരു ചൊല്ലുണ്ടല്ലോ, ഈ മാമ്പൂ കണ്ടും എന്തേത് മക്കളെ കണ്ടു, അങ്ങനെ എന്തൊരു ചൊല്ലില്ലേ? അത് ഈ കുറുമ്പിയമ്മേൻ്റെ കാര്യത്തിൽ അച്ചിട്ട കാര്യമായിപ്പോയി കേട്ടോ. എല്ലാം കണ്ട സാധനം എല്ലാം വിറ്റും പെറുക്കി, അരയലതും എല്ലാം വിറ്റും പെറുക്കി. നമ്മളെ ദാമു ഉണ്ടല്ലോ, ദാമു ഓനെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ വേണ്ടിട്ട് പോണ്ടിച്ചേരിയിലിട്ട്. തടി മണ്ണോ മസിലും മീശയും എല്ലാം വന്ന് പഠിത്തവും കൈ കിട്ടിയപ്പോൾ ചെക്കനെന്താ തലക്ക് പിടിച്ച് വിപ്ലവോ. ഓന് വേണ്ട പോലു എന്ത് സായിപ്പന്മാരെ തൊപ്പി വേണ്ട പോലും, സായിപ്പന്മാരെ കോട്ട് വേണ്ട പോലും, സായിപ്പന്മാരെ പണിയും വേണ്ട പോലും. നമ്മളെ കുറുമ്പിയടുത്തേക്ക് സഹിക്കുക ഇതല്ലോ. ഓർക്കൊണ്ട് താങ്ങാൻ പറ്റുക? ഈ ഫ്രഞ്ചുകാരെ സായിപ്പന്മാരെ തോളത്ത് കൈ കൂട്ടിട്ട് ഫ്രഞ്ചിൽ വർത്താനം പറഞ്ഞ് നടക്കുന്ന നമ്മളെ ദാസൻ ഓരോരുത്തരെ സ്വപ്നം കണ്ടതാ. സഹിക്കുക അവർക്ക്? ഒരാകെ ബല്ലാണ്ട് അതിന് കേട്ടാ. ദാസാ, ഞാൻ എന്താ പറഞ്ഞേ? ഇങ്ങോട്ട് വന്നാ ഓന് വേണ്ട പോലും, ഓന് പറാൻസല് പോണ്ട പോലും, ഓന് സെക്രട്ടറി അല്ല ജോലിയും വേണ്ട പോലും. പിന്നെ ഞാൻ എന്താക്കാനാടാ? ഞാൻ പിന്നെ അച്ഛൻ്റെ മുതൽ മുഴുവൻ കുടുംബം നശിപ്പിക്കുന്ന ഞാൻ അത്ര സ്വപ്നം കണ്ടതാ. ഞാൻ കോട്ട് തൊപ്പിയെല്ലാം ഇട്ടിട്ട് ലസ്ലീനെ പോലെ അത്ര എൻ്റെ ചങ്കിൽ സ്വപ്നം കണ്ടതാ. എനിക്ക് പറ്റുമോ സഹിക്കാൻ? ഏറെ ശനിയാ, എനിക്കറിയാ. എനിക്ക് തോന്നിനന്നേ ഏറെ ശനിയാ.
കുളം പിടിക്കൂല, കുളം പിടിക്കൂല. എനിക്കറിയാം, കുളം പിടിക്കൂല. അതല്ല ആ വഴിക്ക് നടക്കട്ടെ. ഈ ആരാൻ്റെ അമ്മക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല ചേലാണല്ലോ. അങ്ങനെ ചില സാധനങ്ങളുണ്ട് ഈ മയ്യഴിയിലെ നാട്ടില്. കാര്യം ഭ്രാന്തിൻ്റെ എല്ലാം നാടാ, അതിനനുസരിച്ച് തന്നെ എന്തുകൊണ്ട് ഈ കുശുമ്പും പുന്നായ്മയും പറയാ. നമ്മളെ കൊറുമ്പിയമ്മാകെ തകർന്നിരിക്കുക ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട്. അതിൻ്റെ കൂടെ വന്നിട്ട് ഓരോ മാന്യന്മാരായിട്ട് വന്നിട്ട് എന്നാ പറയുന്നേ, ശവത്ത് കുത്ത ദാസന്റെ കാര്യവും പറഞ്ഞിട്ട്. കൊറമ്പിയമ്മ വല്ലാണ്ടായിപ്പോയിന് കേട്ടാ. ഒരു ദിവസം കൊറമ്പിയമ്മ ഇങ്ങനെ ഇരിക്കുക, അപ്പൊ ദാ വരുന്ന് ആരോതാ ആ വഴിന്ന്. ആരാത്? കുഞ്ചക്കനല്ലേ? കുഞ്ഞാണ ഇഞ്ഞു തേടിയ പോന്ന്. ഇഞ്ഞി പേരെ പൊലച്ചക്ക് തേടുന്ന പേരുന്നേ സമരാ ഏടിയാ വെള്ളക്കാരോടാ. ആര്? ദാസനാ? വേണ്ടാത്ത പറയൊരു കുഞ്ഞാണാ. ഇഞ്ഞു ആ ഉണ്ണി ആരും കൂടിയാ വേണ്ടാത്ത മുഴുവൻ നാട്ടുകാരെ കൊണ്ട് എൻ്റെ മോനെ കൊണ്ട് പറഞ്ഞു നടക്കുന്നേ. എനിക്ക് കിട്ടും. ആ നോക്കിക്കോ, വേണ്ടാത്ത പറഞ്ഞു നടക്ക എൻ്റെ മോനെ കുറിച്ചിട്ട്. സഹിക്കൂല എനിക്ക്. ആ ഓരോ കാര്യവും പറഞ്ഞ് നടക്കുന്ന ഇങ്ങനെ. എന്നാ ഈ കിണറ്റിലെ തവളേനെ പോലെ നമ്മളെ മയ്യഴിയിലെ ഈ കുഞ്ഞു ഓലപ്പോരൻ്റെ ഉള്ളിൽ കഴിയുന്ന നമ്മളെ കൊറുമ്പിയമ്മക്ക് പുറത്തെ കാര്യം എന്തെങ്കിലും അറിയാന്ന്? ഓറ് വല്ലതും അറിയുന്നുണ്ട് ഈ പുറത്ത് നടക്കുന്ന എന്തെങ്കിലും? നമ്മളെ ദാസനും ഓൻ്റെ കുറേ ചങ്ങായികളും കൂടി ഈ നാടിലുള്ള കണ്ട വെള്ളക്കാരെ മുഴുവൻ കപ്പൽ കയറ്റിയിട്ട് ഫ്രാൻസിലേക്ക് തിരിച്ചയക്കുക. സഹിക്കുക നമ്മളെ കൊറുമ്പിയമ്മക്ക്. അതിൻ്റെ കൂടെ ചില തീയന്മാരും കെട്ടി ഫ്രാൻസിലേക്ക് പോയി. അതും സഹിക്കുക നമ്മളെ കൊറുമ്പിയമ്മക്ക്. സഹിക്കൂല. ഓരോ തീയൻ എങ്ങനെയാ കറുത്തിട്ട് ഒരു മുണ്ടും വാരി ചുറ്റിയിട്ട് അല്ലെങ്കിൽ മുണ്ട് അഴിച്ചു മാറ്റിയിട്ട് കോണപ്പുറത്ത് നടക്കുന്ന മനുഷ്യനല്ലേ ഓരോ തീയെ? ഇന്ന് ഓരോ മനസ്സിൽ ആരാ ഉള്ളേ? നാട്ടിലെ പ്രതാപശാലികളായിട്ടുള്ള സായിപ്പന്മാര് കോട്ടും തൊപ്പിയെല്ലാം ഇട്ട് ചുവന്ന ചുണ്ടും ചുവന്ന കവിളുള്ള ആളുകളല്ലേ ഓരോ മനസ്സിൽ. ഓരോ എല്ലാം അങ്ങ് പറഞ്ഞേക്കുന്ന നമ്മളെ കൊറുമ്പിയമ്മക്ക് താങ്ങുവാ? ഓർക്ക് സഹിച്ചില്ല. ഓരാകെ വല്ലാണ്ടായിന്. അതിന് കാരണക്കാരൻ നമ്മളെ ദാസനും. അത് തീരെയും പറ്റൂല. സാധനം ഓർക്കോറെ തന്നെ പിടിച്ചു വെക്കാൻ പറ്റാണ്ടായിപ്പോയി. ഓറെ നെഞ്ചങ്ങ് കലങ്ങിപ്പോയി. ഓർക്ക് പറ്റാണ്ടായിപ്പോയി. ഓര് വന്ന മോളെ ഓര് വന്ന നമ്മള് സായിപ്പില്ല, നമ്മളെ ലെസ്ലി സാഹിബ് വന്നോന്ന് വന്നാ ഓറ് വരും. വരാണ്ടിക്കൊന്നുമില്ല. ആ വരൂ. എന്തായിട്ടു എന്നാ കൊണ്ടുപോവാനേ വരൂ. ആ അതാരാ? കുഞ്ചക്കനാ? ഓനും പോയി അല്ലേ? ആ നമ്മളെ ലെസ്ലി സാഹിബ് പോയി. അയ്യോ ചേക്കൂപ്പരുണ്ടല്ലോ, ചേക്കൂപ്പര് ഓറ് പോയി. മിസ്സി പോയി. കുഞ്ചക്കനും കുഞ്ഞാണനും പോയി. എല്ലാരും പോവുക. മയ്യഴിന്ന് എല്ലാരും പോവുക. ഞാൻ മാത്രമേ ഉള്ളൂ. കപ്പലിന്റെ ഒച്ചല്ല കേട്ടെ? ആ അതന്നെ കപ്പലിന്റെ ഒച്ചല്ല കേട്ടെ? അത് വെള്ളക്കാര് പോന്നാ പോലോ. അച്ചോ മോനെ, അച്ചോ മകം പോവാടാ ഓരോടെ. എന്നെ വെള്ളക്കാരിലാണ്. ലെസ്ലി
എനിക്ക് പോണം എനിക്ക്